ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ശത്രു ദോഷങ്ങൾ കൊണ്ട് വലയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, അതായത് ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഫ്രണ്ട്സ്, ബന്ധുമിത്രാദികളുടെ ഇടയിൽ കണ്ണേറ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു പെർഫോമർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്നത് കണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ശത്രുദോഷങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, ശത്രുപരമായിട്ടുള്ള എന്ത് ഉപദ്രവം ആയിക്കോട്ടെ, ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വീടിൻ്റെ അതിർത്തിയെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരിക്കാം, ഒരു കണക്ഷൻ വാട്ടർ കണക്ഷൻ വരുന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായിരിക്കാം. ഇത്തരത്തിൽ എന്നാൽ സംസാരിക്കാതിരിക്കാനും സാധിക്കില്ല. എന്നാൽ ആ തർക്കങ്ങളെല്ലാം ഒഴിവായി ഒരു രമ്യതയിലെത്തണം, അല്ലെങ്കിൽ ആ ഒരു തർക്കം ഇല്ലാതായിട്ട് നമ്മൾക്ക് കുറച്ച് സന്തോഷം, ആ തർക്കം എന്നുള്ളത് കാര്യം മനസ്സിൽ നിന്ന് പോയി വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിലുള്ള ഈഗോ ക്ലാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിത് പരിഹരിക്കപ്പെടും. അതിന് ആദ്യമായിട്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാനൊരു തിരി വിളക്ക് കത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുഷ്പങ്ങൾ, മണമുള്ള പുഷ്പങ്ങൾ, മധുരമുള്ള വസ്തുക്കൾ, അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ഓം ശ്രീ വിഷ്ണുമായേ നമ. ഈ ഒരു മന്ത്രം ആദ്യം ഉരുവിടുക. രണ്ടാമത്തതായിട്ട് ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ. ഇത് രണ്ടാമതായിട്ട് ഉരുവിടുക. അതിന് ശേഷം വരുന്ന മന്ത്രമാണ് നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഈ രണ്ട് മന്ത്രവും ചൊല്ലുക. എപ്പോഴാണോ ഒരു ദിവസം ആരംഭിച്ച് ചൊല്ലുകയെന്ന് വെച്ചാൽ അങ്ങനെ ചൊല്ലുക. അതിനുശേഷം, അതായത് നിങ്ങൾ എപ്പോഴാണോ ഭഗവാന് ആ ഒരു വിളക്കും ആ ഒരു പൂക്കളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്, അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളും ചൊല്ലുക. ശേഷം ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എത്ര വലിയ തടസ്സങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം ഒന്ന് ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ചെയ്ത് അതൊരു രമ്യതപ്പെട്ട് വളരെ മനസ്സമാധാനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇതാണ് ആ മന്ത്രം. ഓം സർവരക്ഷ സ്വരൂപായ നമ. ഓം സർവരക്ഷ സ്വരൂപായ നമ. ഓം സർവരക്ഷ സ്വരൂപായ നമ. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഭഗവാനിൽ നിങ്ങളുടെ ആ കൃത്യമായിട്ടുള്ള പ്രശ്നം അർപ്പിക്കുക. അത് ഇന്നതുപോലെയാണ് ശരിയാവേണ്ടത്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് ആക്കേണ്ടത് എന്നുള്ളത് ഭഗവാനോട് പറയുക. തീർച്ചയായിട്ടും എങ്ങനെയാണോ അത് പരിഹരിക്കപ്പെടേണ്ടത് അതുപോലെ തന്നെ അത് പരിഹരിക്കപ്പെട്ടോളും. അതുപോലെ തന്നെ അത് പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് നന്ദി അർപ്പിക്കുക, നന്ദി പറയുക. പൂക്കളായിട്ടും പഴങ്ങളായിട്ടും എന്താണോ ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നത് വെച്ചാൽ അതും സമർപ്പിക്കാം. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു കാര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.